സന്തോഷമുള്ള ദിവസമാണെന്ന് അറിയാം. ആക്ച്വലി ദിസ് വാസ് മൈ പേഴ്സണൽ സ്പേസ്. ഇത് ഒരിക്കലും ഞാൻ ഒരു മീഡിയയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ദിസ് ഈസ് മൈ പേഴ്സണൽ സ്പേസ്. മൈ വൈഫ്സ് ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നത്. അപ്പം ഈ ബക്കറ്റ് ലിസ്റ്റിന് വേണ്ടി മാത്രം ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇമോഷൻ ആയോന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞാൻ എനിക്കിഷ്ടപ്പെട്ടവരെ കൂടെ ഞാൻ ഇങ്ങനെയല്ലേ. അപ്പം ഞാൻ ഇത്രയും തന്നെ പറഞ്ഞത് അല്ലേ ശരി. ചേട്ടൻ ഒരുപാട് പേരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വൈഫിന് ഇതിനു വേണ്ടി ഒരുക്കിയപ്പോഴത്തേക്കുള്ള സന്തോഷം എങ്ങനെയുണ്ട്? എൻ്റെ ഫുൾ സന്തോഷം ഇന്ന് നിങ്ങൾ കണ്ടത്. വൈഫിന് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കണം നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വൈഫിനെ ഞാൻ ഒരുക്കിയത് എല്ലാം അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. പരാതി പറയാനുണ്ടോ എന്നെ ഒരുക്കുന്നില്ല എന്നിട്ട് വൈഫ്? അങ്ങനെ പരാതിയായിട്ടൊന്നും പരാതിയൊന്നുമില്ല. അറിയാം തിരക്കുക കാര്യം. എൻ്റെ ആഗ്രഹം എല്ലാം നടന്നു. മെറ്റർനിറ്റി ഷൂട്ടായിരുന്നു, അത് കഴിഞ്ഞു വളകം. ഇത് രണ്ടും ചെയ്തു. ഹെയറിൽ എന്താ പ്രത്യേകത ചെയ്യുന്നത്? ഹെയറിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഏത് കുട്ടിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഹെയറിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം രാധയും ഉണ്ട് കൃഷ്ണനും ഉണ്ട്. ഇത് രണ്ടാണെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. ഇനി വെറും 9 ദിവസം മാത്രമേ ഉള്ളൂ അറിയാനായിട്ട്. അപ്പം അതുകൊണ്ട് എനിക്കൊന്ന് ഞാൻ നാരായണി എന്ന് ഞാൻ ഇപ്പോൾ കൂടുതൽ വിളിക്കുന്നു. കാര്യം ചിലപ്പോൾ 27-ാം തീയതി എനിക്ക് നാരായണി എന്ന് പറയുന്ന പേര് മിസ്സാവും. അറിയില്ലല്ലോ. എന്താ നാരായണനായാലും ഐ എം ഹാപ്പി. പക്ഷെ നാരായണി എന്ന് പറയുന്ന പേര് മിസ്സായാൽ പിന്നെ എനിക്കത് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ കൂടുതലും നാരായണി എന്ന് വിളിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ ഫുള്ള് ഇപ്പം നാരായണിയായി കിടക്കുകയാണ്. ഇപ്പം 27-ാം തീയതി കൺഫേം ചെയ്യും. കറക്റ്റ് കൺഫേം ചെയ്യും. എന്തായാലും നല്ല ഐശ്വര്യമുള്ള ആരോഗ്യമുള്ള ജീവിതമുണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ മീഡിയയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ കവർ ചെയ്തതിൽ തന്നെ നമ്മൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.